ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരങ്ങൾ തരുന്ന വരമഹാലക്ഷ്മി വ്രതം എങ്ങനെ നമ്മൾ എടുക്കണമെന്നും എങ്ങനെയാണെന്ന് പൂജ ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് പേര് ഈ ഒരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ഇതൊന്നും എനിക്ക് ഇല്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന് ദയവ് ചെയ്ത് ഇത് കാണുന്ന ആരും ചിന്തിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഇല്ല എന്നുള്ളതല്ല, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വസ്തുക്കളിൽ എന്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് വേണം നിങ്ങൾ പൂജ ചെയ്യാൻ. മറ്റൊരു കാര്യം, സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണം. കാരണം ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ നമുക്ക് ആ രീതിക്കുള്ള ഫലം കിട്ടുകയുള്ളൂ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും പൗർണമികളിലുമൊക്കെ ലക്ഷ്മി പൂജ ചെയ്യണമെന്ന് നിങ്ങളോട് പറയാറുണ്ട്. ഒരുപാട് പേരത് ചെയ്യാറുമുണ്ട്, അതിൻ്റെ ഫലവും കിട്ടാറുണ്ട്. എന്തിനേറെ പറയുന്നു, കർക്കിടക മാസത്തിലെ 2ാമത്തെ വെള്ളിയായ കഴിഞ്ഞ വെള്ളിയാഴ്ച പൂജ ചെയ്ത് അവരവരുടെ സന്തോഷം എനിക്ക് മെസ്സേജായിട്ട് അയച്ചിരുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടണം, നമ്മൾ സാമ്പത്തികമായി ഉന്നതിയിലെത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഒരു പൂജ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എന്താണ് ഇല്ലാത്തത് എന്നതിനു പകരം എന്തുണ്ട് എന്നത് നോക്കി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ പൂജ ചെയ്യുക. ഞാനിവിടെ കലശം വെച്ചാണ് നിങ്ങളെ പൂജ ചെയ്ത് കാണിക്കുന്നത്. ചിലപ്പം എല്ലാവർക്കും കലശം വെക്കാൻ താല്പര്യം കാണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ സമ്മതിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയോ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ഇത് രണ്ടിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ പൂജ ചെയ്യാവുന്നതാണ്. കലശം വെച്ച് തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ കലശം വെച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഫലം കൂടിയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വരമഹാലക്ഷ്മി വ്രതം എടുത്താൽ നമുക്ക് കിട്ടുന്ന ഫലം എന്താണെന്നുള്ളത് നോക്കാം. വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചോദിക്കുന്നത് തരുന്നത് എന്ന അർത്ഥമാണ് വരം. നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് തരുന്ന ആരാണ്? മഹാലക്ഷ്മി. സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ അവസാന വാക്കാണ് വരമഹാലക്ഷ്മി വ്രതം. ഈ 2025 ആഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ് വരമഹാലക്ഷ്മി വ്രതം നമ്മൾ എടുത്ത് പൂജകൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, ലക്ഷ്മികളിൽ 8 ലക്ഷ്മികളുണ്ട്, അതായത് അഷ്ടലക്ഷ്മികൾ. ഈ അഷ്ടലക്ഷ്മികൾ 8 അഷ്ടമംഗള വസ്തുക്കൾ കൂടിയിട്ടാണ്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ 8 ലക്ഷ്മികളിൽ നിന്ന് നമുക്ക് കിട്ടും. എന്നാൽ ഈ 8 ലക്ഷ്മികളും ഒന്നിച്ചൊരു വീട്ടിലുണ്ടാകുമോ? ഇല്ല. വിദ്യ ഉള്ളിടത്ത് ചിലപ്പം സന്താനമുണ്ടാവില്ല, സന്താനമുള്ളിടത്ത് ചിലപ്പോൾ വിദ്യ ഉണ്ടാവില്ല, ഇത് രണ്ടുമുള്ളിടത്ത് ചിലപ്പോൾ സമ്പത്തുണ്ടാവില്ല. അതായത് എന്തിനെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ വരമഹാലക്ഷ്മി വ്രത ദിവസം ഈ 8 ലക്ഷ്മികളും എവിടെയാണോ പൂജ ചെയ്യുന്നത് അവിടെ ഒരേപോലെ വിളങ്ങി നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ദിവസം നമ്മൾ ഈ 8 ലക്ഷ്മികൾക്കും, നിങ്ങൾക്ക് ഈ വരമഹാലക്ഷ്മി വ്രതത്തിൻ്റെ അന്ന് വരെ ലക്ഷ്മി ദേവി തന്നിട്ടുള്ള എന്തൊക്കെയാണോ ഐശ്വര്യങ്ങൾ ഉള്ളത് അതൊക്കെ സമർപ്പിച്ച് നമ്മൾ നന്ദി പറയുന്ന ദിവസമാണ് ഈ ഒരു വരമഹാലക്ഷ്മി ദിവസം. അതായത് നമ്മുടെ കയ്യിൽ എത്രമാത്രം സ്വർണവും പണവും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടോ, അത് ധാന്യങ്ങളായിട്ടും ധനമായിട്ടും എന്താണെങ്കിലും അതെല്ലാം നമ്മൾ ദേവിക്ക് സമർപ്പിച്ച് ഇതെല്ലാം തന്നതിന് നമ്മൾ നന്ദി പറയുന്ന ഒരു ദിവസമാണ് ഈ ഒരു വരമഹാലക്ഷ്മി വ്രതം. ഞാൻ എൻ്റെ പേഴ്സണൽ, എനിക്ക് മറ്റുള്ള ആരുടെയും അനുഭവം എടുക്കേണ്ട, ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 2018 മുതൽ വരമഹാലക്ഷ്മി വ്രതം അനുഷ്ഠിച്ച് പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ വർഷവും ഞാൻ ആ ഒരു വർഷം ദേവിക്ക് സമർപ്പിച്ചതിൻ്റെ ഇരട്ടി എനിക്ക് വരുന്ന വർഷം സമർപ്പിക്കാനായിട്ട് സാധിക്കാറുണ്ട്.
അപ്പം ആരാണോ ഈ ഒരു വ്രതം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ് ഈ ഒരു വരമഹാലക്ഷ്മി വ്രത പൂജ എന്ന് പറയുന്നത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആഡംബരത്തോടുകൂടി ഈ ഒരു പൂജ ചെയ്താൽ അടുത്ത വർഷം നമ്മൾ ആ ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം ദേവി നമുക്ക് തരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദേവി നമുക്ക് തന്നിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ഒരു കലശത്തിനുള്ളിൽ ഒന്നിച്ചാക്കി അതിനെ മഹാലക്ഷ്മി ആയിട്ട് കണ്ട് നമ്മൾ പൂജ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കലശം വെക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ വെച്ച് ഈ വർഷം പൂജിച്ചോളൂ. ഈ പറയുന്ന വസ്തുക്കളൊക്കെ ദേവിക്ക് മുൻപിൽ നിങ്ങളൊരു വാഴയിലയോ ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ കോപ്പറിൻ്റെയോ ഒരു പാത്രത്തിൽ സമർപ്പിച്ചാൽ മതി. അടുത്ത വർഷം കലശത്തിൽ പൂജ ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദേവി തരും. അതാണ് ഒരു പടി നമുക്കൊരു മുന്നേറ്റമുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ കാരണം. ഒപ്പം തന്നെ ഈ കലശത്തിൽ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിച്ച വസ്തു എന്താണെങ്കിലും അടുത്ത വർഷം അത് നമുക്ക് ഇരട്ടിയായിട്ട് പെരുകുകയും ചെയ്തിരിക്കും. നമുക്ക് ഈ പൂജ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, ആഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ്. അന്ന് ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ 6:30 മുൻപ് വേണം നമ്മൾ വീട്ടിലോട്ട് ദേവിയെ സ്വീകരിക്കാൻ. ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് പൂജിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പൂജാമുറിയിൽ പൂജിക്കുന്നത് അതേപോലെ പീഠത്തിൽ ഒരുക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയല്ല, കലശത്തിലാണ് നിങ്ങൾ ദേവിയെ പൂജിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ, അതായത് ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ 6:30 മുൻപായിട്ട് ദേവിയെ നമ്മൾ വീട്ടിലോട്ട് ആനയിച്ച് കൊണ്ടുവരണം. അതിനായി ആദ്യം നമ്മൾ കലശം റെഡിയാക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യേണ്ടത് നിങ്ങളുടെ പൂജാമുറിയിൽ ദേവിയെ നല്ല രീതിയിൽ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് പോലെ അലങ്കരിച്ച് വെക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ പൂജാമുറിയിൽ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഹോളിൽ ഒരു ഭാഗത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കി, ഇതെല്ലാം നിങ്ങൾക്ക് വ്യാഴാഴ്ച തന്നെ, അതായത് 7-ാം തീയതി തന്നെ ഇതെല്ലാം ചെയ്തു വെക്കാം. പിറ്റേ ദിവസം ദേവിക്ക് അണിയിക്കേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും അതേപോലെ തേങ്ങാ പൂശിയ മഞ്ഞളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് തലേ ദിവസം തന്നെ ആക്കി വെക്കാം. ദേവിയുടെ ഇരിപ്പിടത്തിന് 2 സൈഡിലായിട്ടും വച്ചിരിക്കുന്നത് പോലെ വാഴക്കന്ന് വെക്കുന്നതും മാവില വെക്കുന്നതും 2 വിളക്കുകൾ, ഇതെല്ലാം നമുക്ക് തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കാം. കാരണം രാവിലെ എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഈ ഒരു സമയത്തിനുള്ളിൽ, ഞാൻ എല്ലാ വർഷവും ശുക്രഹോര, അതായത് വെള്ളിയാഴ്ച രാവിലെ വരുന്ന 6 to 7 ശുക്രഹോര, 6-നും 6:30-ക്കും ഇടയ്ക്ക് ഞാൻ ദേവിയെ എൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു വരുത്തി പീഠം നൽകി ഇരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പീഠമാണ് എല്ലാ വർഷവും ദേവിക്കായിട്ട് ഒരുക്കുന്നത്. ആദ്യമൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഞാൻ അവസാനം കാണിക്കാൻ ഞാൻ ആദ്യം ചെയ്തൊരു പൂജ, ഒറ്റ ഫോട്ടോയെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഇതുപോലെ ഒരു ടേബിളിൽ തുണി വിരിച്ചിട്ട് അതിന് മുകളിൽ ഒരു പീഠം വെക്കും. ആ പീഠം, ഇപ്പം വെള്ളിപ്പീഠമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളതിൻ്റെ മുകളിലായിട്ട് തുണി പിരിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം ഇതുപോലെ നല്ല ഒരു തുണിയും കൂടെ വിരിക്കണം. ഒപ്പം 2 സൈഡിലും എന്തെങ്കിലും ഒരു വിളക്ക്, എത്രമാത്രം ദീപങ്ങൾ അന്നത്തെ ദിവസം ദേവിക്ക് മുമ്പിൽ കൊളുത്തി വെക്കാമോ അത് നല്ലതാണ്. അപ്പം ഞാനിവിടെ 2 വെള്ളി വിളക്കാണ് കൊളുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വിളക്കുകളൊന്നുമില്ലെങ്കിൽ മൺവിളക്ക് കൊളുത്തിയാലും മതിയാവും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ദേവിയെ ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ 5 പിടി പച്ചരിയാണ് ഇടുന്നത്. കാരണം മഹാലക്ഷ്മിക്ക് പഞ്ചമി എന്നൊരു പേരും കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 5 പിടി പച്ചരി ഇടുന്നത്. അങ്ങനെ 5 പിടി പച്ചരി നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇടുന്നു. ഇനിയിപ്പം നിങ്ങൾക്കിതുപോലെ പീഠമില്ല വെക്കാനെന്നുണ്ടെങ്കിൽ വാഴയില വെച്ചാൽ മതിയാവും. വാഴയിലയിൽ നിങ്ങൾക്ക് ഇതേപോലെ പച്ചരി നിരത്തിയിട്ട് ദേവിയെ വെക്കാവുന്നതാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വാഴയില വെച്ചിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ പച്ചരി നിരത്താനായിട്ട്. അങ്ങനെ നമ്മൾ അത് വെച്ചു. അത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ാണ് നമ്മളിവിടെ കലശം സ്ഥാപിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ വർഷവും ഇതുപോലത്തെ ഒരു കോപ്പറിൻ്റെ കുടമാണ് എടുക്കുന്നത്. ഈ കോപ്പർ കുടത്തിൽ ഇതേപോലെ ഒരു സ്വസ്തിക് നമ്മൾ വരയ്ക്കണം. സ്വസ്തിക്ക് വരയ്ക്കണം. മഞ്ഞളിൽ റോസ് വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്വസ്തിക്ക് വരയ്ക്കുന്നത്. എന്നിട്ട് 4 കുത്തുകൾ ഇടണം. ആദ്യം മഞ്ഞൾ കൊണ്ട്, പിന്നെ അതിന് മുകളിൽ കൂടി കുങ്കുമം കൊണ്ടും നമ്മൾ കുത്തിടണം. എന്നിട്ട് ആ ഒരു
കോപ്പർ കുടത്തിൻ്റെ ആ സൈഡിലും അവിടെയും നമ്മൾ 3 പൊട്ടുകൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു ബ്രാസ് കുടത്തിൻ്റെ ചുറ്റുമായിട്ട് കലശ നൂല് കൊണ്ട് 3 പ്രാവശ്യം ചുറ്റണം. ഇപ്പം കലശ നൂലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെയല്ല ഇനിയിപ്പോൾ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ള നൂല് ഇതുപോലെ വാങ്ങിയാൽ മതിയാവും. പക്ഷേ സൂചി നൂലും കോർക്കുന്ന ആ വെള്ള നൂലല്ല, കട്ടിയുള്ള നൂല്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ കലാവ എന്നുള്ള പേരിൽ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിച്ചാൽ മതിയാവും. ഇതുപോലെ ഒരു ചുറ്റി ചുറ്റി, രണ്ടാമത്തെ ചുറ്റി, അതിന് ശേഷം നമ്മൾ മൂന്നാമത് ഒരു ചുറ്റും കൂടി ചുറ്റി. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 ചുറ്റാണ് ഇവിടെ ചുറ്റിയിരിക്കുന്നത്. അതെന്നിട്ട് ചുറ്റിക്കെട്ടണമെന്നില്ല, ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചാൽ മതിയാവും. അതിന് ശേഷം നമ്മളതാ പച്ചരി വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൻ്റെ പുറത്തോട്ട് വെക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് അരി ഇടുക എന്നുള്ളതാണ്. പച്ചരി വേണം നമ്മൾ ഇടാനായിട്ട്. കാരണം നീർ തത്വത്തെ കുറിക്കുന്ന മറ്റൊരു രൂപമാണ് പച്ചരി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചരിക്ക് ആകർഷണ ശക്തി വളരെയധികം കൂടുതലാണ്. പച്ചരി ഇടുന്നതിനൊരു കണക്കൊന്നുമില്ല. 1 പിടിയോ 2 പിടിയോ 3 പിടിയോ അങ്ങനെ കണക്കല്ല. പകരം ആ ഒരു കുടത്തിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ പച്ചരി ഇടുക എന്നുള്ളതാണ്. 1/4 ഭാഗം തന്നെ പച്ചരി ഇടണം. ഒപ്പം തന്നെ ഞാൻ 2 ആനകളെയും ഈ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ വാഹനമാണ് ആന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 2 ആനകളെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കലശത്തിൽ ഇടേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാസനയുള്ള വസ്തുക്കളും ഞാൻ പറഞ്ഞു. മഹാലക്ഷ്മി നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിൻ്റെ ഏറ്റവും കൂടിയ കാര്യങ്ങളും അതാണ് നമ്മൾ ഈ ഒരു കലശത്തിൽ ഇടേണ്ടത്. അത് എന്തൊക്കെയാണ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓരോന്നും ഇടുന്നതിൻ്റെ കാരണവും കൂടിയിട്ട് ഞാൻ പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇടേണ്ടത് ജാതിക്കയാണ്. ജാതിക്ക ഞാനിവിടെ തോടോടു കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. തോട് പൊട്ടിച്ച് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു ആകർഷണ ശക്തി, ജാതിക്കയുടെ കൂടെ എന്ത് വെച്ചാലും അത് നമുക്ക് ആകർഷിച്ച് കിട്ടും. രണ്ടാമതായിട്ട് നമ്മൾ ഇടുന്നത് പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം ഞാനിവിടെ 2 ചെറുതാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലുത് ഇടാവുന്നതാണ്. നമ്മുടെ ദോഷം, അതായത് ആ അരിയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറാനും നെഗറ്റീവ് എനർജി മാറാനുമൊക്കെ പച്ചക്കർപ്പൂരം നല്ലതാണ്. പിന്നെയുള്ളത് വയമ്പാണ്. അങ്ങാടിക്കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ചെറിയൊരെണ്ണം മതി. വശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയമ്പ് ഉപയോഗിക്കുന്നത്. അടുത്തത് 2 ഏലയ്ക്ക. 2 എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ 2 ഏലയ്ക്ക എടുത്തിരിക്കുന്നത്. ചന്ദ്ര സഹോദരിയാണ് മഹാലക്ഷ്മി. അടുത്തതായിട്ട് വേണ്ടത് 4 ഗ്രാമ്പൂവാണ്. ചന്ദ്രനും രാഹുവും മഹാലക്ഷ്മിയുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തന്മ കൂടാൻ വേണ്ടിയിട്ടാണ് 4 ഗ്രാമ്പൂ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് മഞ്ഞൾ കഷ്ണമാണ്. ഇതുപോലെയുള്ളൊരു മഞ്ഞൾ കഷ്ണം ഇടാം. അത് സ്വർണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ രൂപമെന്ന് പറയുന്നത് മഞ്ഞളാണ്. അടുത്തത് നമുക്ക് എടുക്കേണ്ടത് നാരങ്ങയാണ്. കറുത്ത പുള്ളികൾ ഒന്നുമില്ലാത്ത നാരങ്ങ എടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനത്തെയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സപ്തകന്യകളുടെ ചുരുക്ക രൂപം രാജകണി എന്നൊക്കെയാണ് ഈ ഒരു നാരങ്ങയെ നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് വേണ്ടത് പരിപ്പാണ്. അതായത് നമ്മുടെ ചെറുപയർ പരിപ്പ് സ്പ്ലിറ്റ് ചെയ്തുണ്ടല്ലോ, അത് വേണം നമ്മൾ ഇടാൻ വേണ്ടി. കാരണം അരിയും പരിപ്പും എപ്പോഴും ഒന്നിച്ച് വെക്കണം. അരി എന്ന് പറയുന്നത് ശുക്രനും പരിപ്പ് എന്ന് പറയുന്നത് ഗുരുവുമാണ്. അപ്പം ഇത് രണ്ടും എപ്പോഴും ഒന്നിച്ചിരുന്നെങ്കിലേ അവിടെ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയുണ്ടാവും. പിന്നെയുള്ളത് സ്വർണ്ണമാണ്. നമ്മുടെ കയ്യിലുള്ളൊരു കുഞ്ഞു മൂക്കൂത്തിയാണെങ്കിലും അത് മതിയാവും. അതല്ല പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കൈമാറി വന്ന സ്വർണം നിങ്ങളുണ്ടെങ്കിൽ അതും നമുക്കിടാവുന്നതാണ്. പിന്നെയുള്ളത് മുത്താണ്. മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയപ്പെട്ട മറ്റൊന്നാണ് മുത്തെന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ ഇടുക. അതേപോലെ കൂവളത്തിൻ്റെ ഒരു ഇല, അത് വെള്ളിയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിടാൻ പറ്റുമെങ്കിൽ ഇടാം. അങ്ങനെയല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ഇല അതിട്ടാൽ മതിയാവും. അടുത്തതായിട്ട് താമരയാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ സിൽവർ താമര ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നു. താമര പൂവിടേണ്ട ആവശ്യമില്ല. സിൽവർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇടാവുന്നതാണ്. കാരണം വെള്ളി വന്നാലേ സ്വർണം വരുവുള്ളൂ. കാരണം എന്താണ്? തങ്കവും
ഗുരുവും വെള്ളി ശുക്രനുമാണ്. മീനം രാശിയായ ഗുരുഭഗവാന്റെ വീട്ടിലാണ് ശുക്രൻ ഉച്ചമടയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം തങ്കം ചേരണമെങ്കിൽ നമ്മൾ വെള്ളി വാങ്ങണം. നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, എപ്പോൾ തങ്കം മേടിക്കാൻ പോയാലും, അതായത് സ്വർണം മേടിക്കാൻ പോയാലും ആദ്യം നമ്മൾ വെള്ളി വാങ്ങിയതിന് ശേഷം വേണം സ്വർണം മേടിക്കാനെന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെള്ളി നാണയങ്ങളുണ്ടെങ്കിൽ താമരയ്ക്ക് പകരം അതും ഇടാം. അതിന് ശേഷം ഇട്ടത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവ് നമുക്ക് വളരെയധികം സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്തു തരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് കുങ്കുമപ്പൂവിട്ടത്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെള്ളി നാണയങ്ങൾ ഇത് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ കലശത്തിൽ ഇടുന്നത്. ഈ കാണിച്ചിരിക്കുന്ന വസ്തുക്കളിൽ എന്തൊക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ മേടിക്കാൻ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം നിങ്ങൾ ഈ ഒരു കലശത്തിൽ ഇട്ടാൽ മതിയാവും. അല്ലാതെ ഇതിലെല്ലാം ഒന്നുമില്ലല്ലോ, ഞങ്ങൾ എന്തു ചെയ്യും എന്നുള്ള യാതൊരുവിധ വിഷമമോ സംശയമോ ഒന്നും വേണ്ട. അവനവനെ കൊണ്ട് എന്തു പറ്റും അത് ഇടുക. അതുപോലെ ഇരട്ടമീൻ, സിൽവറിലുള്ള ഇരട്ടമീൻ, കുബേര നാണയം, കുബേര കീയ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിടാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 10 രൂപയുടെയും 1 രൂപയുടെയും 2 രൂപയുടെയും ചില്ലറകൾ കാണുമല്ലോ, അത് നോട്ടിടണ്ട, അതിട്ടാൽ മതിയാവും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞാനിതൊന്നും കലശത്തിൽ ഇട്ട് കാണിക്കാത്തത്, ഞാൻ വെറും ഡെമോയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂജയായിട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊന്നും ഇടുന്നത് കാണിക്കാത്തത്. ഇവിടെ കയ്യിൽ സ്വർണവും വെള്ളിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കലശത്തിൽ ചേർക്കണം. കാരണം നിലത്തത്വത്തെ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം. നിലത്തത്വത്തിൽ ഉയർന്നതെന്ന് പറയുന്നത് സ്വർണം, വൈരം, വെള്ളി ഇവയൊക്കെയാണ്. കാരണം ഇവയൊക്കെ മണ്ണിൽ നിന്നും ഉണ്ടായതാണ്. സീതാദേവി, ആണ്ടാളമ്മ ഇവരൊക്കെ മഹാലക്ഷ്മിയുടെ അവതാരമാണ്. ഇവരൊക്കെ എവിടുന്നാണ് ജനിച്ചു വന്നത്? മണ്ണിൽ നിന്നാണ്. അതായത് മഹാലക്ഷ്മിയുടെ ഏറ്റവും ചുരുക്ക രൂപമാണ് സ്വർണവും വെള്ളിയും വജ്രവും ഒക്കെ. അപ്പോൾ നമ്മൾ മഹാലക്ഷ്മിക്ക് പകരം ഇവരെ പൂജിച്ചാൽ ഇവ നമ്മുടെ വീട്ടിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും സ്വർണത്തെയും വെള്ളിയെയും ധനത്തെയും പൂജിക്കാൻ പറയുന്നത്. കാരണം നിലത്തത്വം ഉയരാനും ഇവയൊക്കെ നമ്മളിലേക്ക് ഇതുമൂലം ആകർഷിക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കലശത്തിൽ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇനി ചെയ്യുന്നത്, കലശത്തിൽ നമ്മൾ മാവില വെക്കുക എന്നുള്ളതാണ്. 5, 7, 9, 11 ഈ എണ്ണത്തിൽ മാവില വെക്കുക. അതിനുശേഷം ഇതുപോലെ മഞ്ഞൾ പൂശിയ തേങ്ങ, ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച തന്നെ നിങ്ങൾ മഞ്ഞളൊക്കെ പൂശി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നനഞ്ഞിരിക്കും. മഞ്ഞളൊക്കെ നന്നായിട്ട് പൂശി ഉണക്കിയ തേങ്ങ, അതിൽ ഒരു മഞ്ഞൾ കുങ്കുമ പൊട്ടും കൂടി വെക്കണം. ഇനി അതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഓടക്കുഴലാണ്. ഈ പറയുന്ന തേങ്ങ എന്ന് പറയുന്നത് പൂർണ്ണകുംഭത്തിൻ്റെ മറ്റൊരു രൂപമാണ്, മഹാലക്ഷ്മിയുടെ മറ്റൊരു രൂപം. അപ്പം ഈ ഒരു ഓടക്കുഴലെന്ന് പറയുന്നത് ഞാനിവിടെ കണ്ണന് വെക്കുന്ന ഓടക്കുഴലാണ് ഇത്. ഇത് പുണർദം നക്ഷത്രത്തിൻ്റെ നക്ഷത്രക്കോലമാണ്. മിഥുനരാശിയെയും കർക്കിടക രാശിയെയും യോജിപ്പിക്കുന്ന നക്ഷത്രമാണ് പുണർദം എന്ന് പറയുന്നത്. അപ്പം ദേവിക്ക് ആദ്യമായിട്ടൊക്കെ നമുക്ക് ആഭരണം ചാർത്താൻ ഈ ഒരു നക്ഷത്രം വളരെ വളരെ നല്ലതാണ്. നമുക്കറിയാം ഓടക്കുഴൽ സൂചിപ്പിക്കുന്നത് കാറ്റ് തത്വത്തെയാണ്. കാരണം നമ്മൾ പുല്ലാങ്കുഴൽ ഊതുമ്പോൾ കേൾക്കുമല്ലോ. അപ്പം ഇത് ഉപയോഗിക്കുന്നത് ആരാണ്? സാക്ഷാൽ കണ്ണനുമാണ്. അപ്പോൾ ഇവിടെ മഹാലക്ഷ്മിയുടെ കൂടെ നാരായണനും കൂടി ചേർന്നിരിക്കുന്നു. 2 പേരും ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള തത്വമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു കലശത്തിൽ മറ്റെന്തിനേക്കാൾ കൂടുതൽ പുല്ലാങ്കുഴൽ വെക്കാനായിട്ടുള്ള കാരണം. നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂവൊക്കെ ചാർത്താനായിട്ട് എളുപ്പമാണ്. നിങ്ങളുടെ കയ്യിൽ ഓടക്കുഴൽ ഇല്ല എന്നുണ്ടെങ്കിൽ മുളയുടെ ഒരു കമ്പ് എടുത്താലും മതിയാവും, ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു കമ്പ് മതി. പുല്ലാങ്കുഴൽ ഉണ്ടെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെയും നമ്മൾ ഒന്നിച്ചു പൂജിക്കുന്നു, ലക്ഷ്മി നാരായണന്മാരെ ഒന്നിച്ചു പൂജിക്കുന്നു എന്നുള്ളൊരു തത്വമാണ് അവിടെ വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു കലശമൊക്കെ വെച്ചു. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലൊക്കെ വെക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് വെച്ചു. അപ്പോൾ നമുക്ക് മാവിലയും കൂടെ വെക്കാം. ഞാൻ തേങ്ങ വെച്ചിട്ടാണ് മാവില വെക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മാവില വെച്ചാൽ കലശത്തിനകത്തോട്ട് ഇറങ്ങി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മാവില ഇപ്പോൾ ലാസ്റ്റ് വെച്ച് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. 5, 7, 9, 11 എണ്ണത്തിൽ എത്ര വേണമെങ്കിലും നമുക്ക് മാവില വെക്കാം. ഒറ്റ സംഖ്യയിൽ വെക്കണം എന്നുള്ളതേ ഉള്ളൂ. മാവില കിട്ടാത്തവർക്ക് വെറ്റിലയാണെങ്കിലും വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ
മാവില വെക്കാം. ഞാനിവിടെ മാവിലയും അതേപോലെ തേങ്ങായും വെച്ചു. ഇനി ദേവിക്ക് നമ്മൾ മുഖമാണ് വെക്കുന്നത്. മുഖം ഇല്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ ഒരു തേങ്ങ മാത്രം മതി. അങ്ങനെ നമ്മളിവിടെ മഹാലക്ഷ്മിയെ വെച്ചു. മഹാലക്ഷ്മിക്ക് നമ്മൾ ഡ്രസ്സ് ധരിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ആ കലശവും ആ കലശത്തിന് മുകളിൽ ആ തേങ്ങായും മാത്രം മതിയാവും. ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മഹാലക്ഷ്മിക്ക് താലി ചാർത്താൻ മറക്കരുത്. ഞാനത് നിങ്ങളെ കാണിക്കാനായിട്ട് മറന്നുപോയതാണ്. താലി ചാർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ പൂശിയ ഒരു കയറിൽ നടുക്കായിട്ടൊരു മഞ്ഞൾ കഷ്ണം കെട്ടണം. 3 പ്രാവശ്യം ആ മഞ്ഞളിൽ ആ കയറുകൊണ്ട് ചുറ്റിയിട്ട് വേണം നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് താലി ചാർത്താനായിട്ട്. അപ്പം ആ ഒരു കാര്യം ആരും മറക്കരുത്. അങ്ങനെ നമ്മൾ മഹാലക്ഷ്മിക്ക് താലി ചാർത്തിയതിന് ശേഷം വേണം നമ്മൾ ഡ്രസ്സ് ധരിപ്പിക്കാൻ. ഡ്രസ്സ് ധരിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ആഭരണങ്ങൾ, നമുക്ക് ഏത് രീതിയിൽ മഹാലക്ഷ്മിയെ അലങ്കരിക്കുന്നതാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയെ അലങ്കരിക്കാവുന്നതാണ്. എത്രമാത്രം മാലകളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഇപ്പം നമുക്ക് ഓൺലൈനിലായിട്ട് മേടിക്കാൻ കിട്ടും. ഞാനിത് ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കൂടത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം കൂടി മഹാലക്ഷ്മിക്ക് ചാർത്താനായിട്ട് മറക്കരുത്. ഞാൻ പൂജ തുടങ്ങിയ കാലം മുതൽ ഈ ഒരു മാലയാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള താലിമാലയാണെങ്കിലും ആ താലി മാറ്റിയിട്ട് ആ ഒരു കഴുകിയെടുത്ത് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്ത് നമുക്ക് ദേവിക്ക് ചാർത്താവുന്നതാണ്. അങ്ങനെ അതെല്ലാം ചാർത്തിയതിന് ശേഷം പൂമാലകൾ കൊണ്ട് അലങ്കരിക്കുക. ഞാനിവിടെ തൽക്കാലത്തേക്ക് ജമന്തിപ്പൂവാണ് കാണിച്ചിരിക്കുന്നത്. മുല്ലപ്പൂമാല, റോസപ്പൂമാല, അരളിപ്പൂമാല, അങ്ങനെ എന്ത് പൂക്കൾ കൊണ്ടാണോ കിട്ടുന്നത് അതൊക്കെ കൊണ്ട് കൊണ്ട് പറ്റുന്നതുപോലെ ദേവിയെ അലങ്കരിക്കുക. ഇതൊക്കെ നമ്മൾ ദേവിയെ ആനയിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പീഠത്തിൽ ഇരുത്തിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് ശേഷമാണ് നമ്മൾ ദേവിക്ക് മുൻപിൽ ഒരു വിളക്ക് വെച്ച്, ഞാൻ സാധാരണ അഷ്ടലക്ഷ്മി വിളക്ക് വെച്ചാണ് കത്തിക്കുന്നത്. ഇന്നിപ്പം നിങ്ങൾ ഈ ഒരു വിളക്ക് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു വിളക്കും കൂടി നെയ്യൊഴിച്ച് നമ്മൾ കൊളുത്തണം. അതിനുശേഷം ദേവിക്ക് മുൻപിൽ നമ്മൾ ഫ്രൂട്ട്സ് സമർപ്പിക്കുക. എന്തൊക്കെ ഫ്രൂട്ട്സ് നിങ്ങളെ കൊണ്ട് അന്നത്തെ ദിവസം ദേവിക്ക് മുൻപിൽ വെക്കാനായിട്ട് സാധിക്കുമോ അതൊക്കെ വെക്കണം. പേരയ്ക്ക, മാമ്പഴം, മാതള നാരങ്ങ, വെറ്റിലാപ്പാക്ക്, പഴം, അതേപോലെ തന്നെ പൈനാപ്പിൾ, അങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കിട്ടുമോ ആ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ദേവിക്ക് മുൻപിൽ സമർപ്പിക്കാം. ഒക്കെ ദേവിക്ക് മുൻപിൽ നമ്മൾ വെച്ചിരിക്കണം. അതേപോലെ മാമ്പഴം കിട്ടിയാൽ മാമ്പഴം വെക്കണം. പേരയ്ക്ക, നിങ്ങൾ മിസ് ചെയ്യാതെ വെക്കേണ്ട സാധനങ്ങളാണ് മാമ്പഴം, പേരയ്ക്ക, മാതള നാരങ്ങ, ഇതൊക്കെ ദേവിക്ക് മുമ്പിൽ വെക്കണം. പിന്നെ ദേവിക്ക് മുൻപിലായിട്ടും ഞാനൊരു വിളക്ക് കൊളുത്തി വെക്കും. അതായത് അന്നത്തെ ദിവസം ഞാൻ അമ്മയ്ക്ക് 11 ദീപമാണ് കത്തിക്കുന്നത്. 2 സൈഡിൽ ഇരിക്കുന്ന വിളക്കിൽ 5 തിരിയിട്ട് കത്തിക്കും, നെയ്യൊഴിച്ച്. മുൻപിലായിട്ട് ഞാൻ ലക്ഷ്മി വിളക്കാണ് വെക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചതുകൊണ്ട് നിലവിളക്ക് കാണിച്ചത്. ലക്ഷ്മി വിളക്ക് വെച്ച് അതും നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് അങ്ങനെ ടോട്ടലായി 11 ദീപങ്ങൾ ഞാൻ കൊളുത്തി വെക്കാറുണ്ട്. ഇത് 2019 കൊറോണ സമയത്ത് ഞാൻ ചെയ്ത പൂജയാണ്. ഞാൻ 2018 ആദ്യമായിട്ട് ചെയ്തത്, പിന്നെ 2019. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും എനിക്ക് മികച്ചതായിട്ട് മാത്രമേ ദേവി പൂജ കൂടിയിട്ടുള്ളൂ. അപ്പം നിങ്ങളും അതേപോലെ തന്നെ പൂജിക്കാനായിട്ട് അമ്മയെ ശ്രദ്ധിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ. അതേപോലെ ആ തേങ്ങയുടെ കുടുമയിൽ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പച്ച കളറിലെ വളകൾ 3, 5, 7, 9 ഈ എണ്ണത്തിൽ പച്ച കളറിലെ വളകളും കൂടിയിട്ട് ദേവിക്ക് നമ്മൾ സമർപ്പിക്കണം. ഇനിയിപ്പം നമ്മളെല്ലാം സമർപ്പിച്ചു. പഴങ്ങൾ, ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞു. അടുത്തായിട്ട് നിവേദ്യം എന്ന് പറയുന്നത് വെള്ള കളറിലെ വസ്തുക്കൾ, കൽക്കണ്ട് പായസം, അതേപോലെ തന്നെ പരിപ്പ് ചേർത്ത പായസം. പരിപ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ചെറുപയർ സ്പ്ലിറ്റ് ആയിട്ടുള്ള ആ ഒരു ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം, അതായത് പച്ചരിയും ആ ഒരു പരിപ്പും ചേർത്തുള്ള പായസം, ഇടിയപ്പം, അതേപോലെ തന്നെ കൊഴുക്കട്ട, ഇവയൊക്കെ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈ നിവേദ്യത്തിലെല്ലാം നിങ്ങൾ കുങ്കുമപ്പൂവും കൂടി ചേർത്താൽ അത് അതിലേക്കാട്ടിലും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. തന്നെ നമ്മൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ തലേ ദിവസം ഈ വക കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങുക. വെള്ളിയാഴ്ച ദിവസം രാവിലെ നേരത്തെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ആദ്യം തന്നെ പടിപൂജയൊക്കെ ചെയ്ത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ മാവില തോരണങ്ങളൊക്കെ ചാർത്തണം. അതേപോലെ തന്നെ വീട് വാതിലിൽ പൂക്കളൊക്കെ ചാർത്തി 2 സൈഡിലും വിളക്കുകളൊക്കെ വെച്ച് കോലം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഫ്രണ്ട് ഡോറിന് മുൻപിൽ ഒരു കോലവും വരയ്ക്കണം.
എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ 3:30-ക്കും 6:30-ക്കും ഇടയിൽ എപ്പോഴാണോ നിങ്ങൾ ദേവിയെ വീട്ടിലോട്ട് ആനയിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതായത് കലശ രൂപത്തിൽ ആനയിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ വീട്ടിന് മുൻപിൽ, നമ്മുടെ വീട്ടിലൂടെ ഒരാൾ വരുമ്പം നമ്മുടെ വീട്ടിലെ വാതിലോട്ട് നോക്കിയല്ലേ നിൽക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അമ്മയെ ഒരു പീഠത്തിൽ ഇരുത്തുക. അതായത് അവിടെ വെച്ച് ആ പീഠം നിങ്ങൾ കണ്ടല്ലോ, ആ പീഠമോടെ എടുത്ത് അമ്മയെ നമ്മുടെ വീട് വാതിക്കൽ കൊണ്ടുവെക്കുക. വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ കൊണ്ടുവെക്കാൻ. കലശമായതുകൊണ്ട് അനങ്ങുകയോ കുലുങ്ങുകയോ തേങ്ങ താഴെ പോവുകയോ ഒന്നും ചെയ്യരുത്. ഇനി ഞങ്ങൾക്കിത് ചെയ്യാൻ പേടിയാണ്, ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ ആനയിച്ച അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ആനയിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ടത്, ഈ കാണിച്ചിരിക്കുന്ന 2 സൈഡിലും വെച്ചിരിക്കുന്ന വെള്ളി വിളക്കുകൾ നമ്മൾ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കൊളുത്തണം. കൊളുത്തിയതിന് ശേഷം വേണം നമ്മൾ അമ്മയെ വീടിന് വെളിയിൽ നിന്ന് അകത്തോട്ട് വിളിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമ്മ വീടിന് വെളിയിൽ വന്ന് നിന്നു. നമ്മൾ കുറച്ച് പൂക്കളെടുത്ത് അമ്മ വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് സമർപ്പിച്ച് മഞ്ഞളും കുങ്കുമവും അമ്മയുടെ നെറ്റിയിൽ തൊട്ട് കർപ്പൂര ആരതി, ആദ്യം തന്നെ ധൂപ ആരതി, സാമ്പ്രാണി കൊണ്ടുള്ള ആരതിയും അതേപോലെ തന്നെ നെയ്ദീപം കൊണ്ടുള്ള ആരതിയും എടുത്ത്, കർപ്പൂര ആരതിയും എടുത്തിട്ട് നമ്മൾ ഫോണിൽ ഭാഗ്യാത ലക്ഷ്മി ബാരമ്മ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. നിങ്ങൾക്ക് സ്വയം പാടിക്കൊണ്ട് ദേവിയെ വീട്ടിനുള്ളിലോട്ട് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ അല്ലെങ്കിൽ ആ പാട്ട് ഫോണിൽ പ്ലേ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആരതി എല്ലാം ഒഴിഞ്ഞ് അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവരാം. ഞാൻ വീണ്ടും പറയുന്നു, വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഈ അലങ്കാരങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ചെയ്യേണ്ടത് ഡ്രസ്സും അമ്മയെ ഇടിയിക്കണം. അതേപോലെ തന്നെ ആ പുല്ലാങ്കുഴൽ കെട്ടിവെച്ചിരിക്കുന്നത് അതവിടെ ഇരുന്നോട്ടെ, അതിൽ പൂക്കളൊന്നും ചാർത്തേണ്ട. എന്തെങ്കിലും ഒരു പൂ മാത്രം ആരതി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് അമ്മയെ വീട്ടിനുള്ളിലോട്ട് കൊണ്ടുവന്നാൽ മതി. വീട്ടിൽ കൊണ്ടുവന്ന് എവിടെയാണോ അമ്മയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ പീഠമൊരുക്കിയിരിക്കുന്നത് ആ സ്ഥലത്ത് അമ്മയെ വെച്ചതിന് ശേഷം മാത്രം എല്ലാ പൂക്കളും കൊണ്ട് അലങ്കരിച്ചാൽ മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചിലപ്പോൾ ഇളകി താഴെ പോയെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പൂ സമർപ്പിച്ച് ദേവിയെ കൊണ്ടുവന്ന ആ പീഠത്തിൽ നമ്മൾ ഇരുത്തുന്നു. അപ്പോൾ പീഠത്തിൽ ഇരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കിഴക്കോട്ട് നോക്കി അമ്മ ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അമ്മയെ പീഠത്തിൽ ഇരുത്താൻ. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ദേവിയെ പീഠത്തിൽ ഉപവിഷ്ടയാക്കിയതിന് ശേഷം നമ്മൾ ആ ദേവിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ദീപം, ഞാൻ പറഞ്ഞല്ലോ എന്ത് ദീപവും മൺവിളക്കായാലും മതി, അതല്ല നിലവിളക്കാണെങ്കിൽ നിലവിളക്ക്, ആ ദീപം നമ്മൾ തെളിയിക്കുന്നു. തെളിയിച്ചതിന് ശേഷം നമ്മൾ ദേവിക്ക് രാവിലെ എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലി പൂജ ചെയ്യണം. ഏറ്റവും നല്ല രീതിയിലുള്ള പൂജയും പ്രാർത്ഥനയും നിവേദ്യ സമർപ്പണവും ഒക്കെ നമ്മൾ ചെയ്യുന്നത് വൈകിട്ടാണ്, 6 മണിക്ക് ശേഷം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ലഘുവായിട്ടുള്ള പൂജയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഏതൊരു പൂജ തുടങ്ങുന്നതിന് മുൻപും നമ്മൾ ഗണപതി ഭഗവാനെ പൂജിക്കണം. മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് പൂജിക്കാം. മഞ്ഞൾ ഗണപതിയെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് വിളക്ക് പൂജ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ 2 വെറ്റില എടുത്ത് വെച്ചിട്ട് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി ദേവിക്ക് അടുത്തായിട്ട് വെച്ചിട്ട് ഭഗവാന് ധൂപ ആരതി എടുത്ത് ദീപ ആരതി എടുത്ത് ഭഗവാന്റെ ഓം ഗം ഗണപതിയെ എന്നുള്ള മന്ത്രം ചൊല്ലി ഭഗവാന് നിങ്ങളെ കൊണ്ട് എന്ത് സമർപ്പിക്കാൻ പറ്റും, അതായത് അവലും മലരും പഴമോ എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മുടെ കുലദൈവത്തെയും മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ദേവിക്ക് നിവേദ്യ സമർപ്പണം. രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് പൈനാപ്പിൾ കേസരിയൊക്കെ രാവിലെ ഉണ്ടാക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ കേസരിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്നെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം, കനകധാരാ സ്തോത്രം, എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ചൊല്ലി ദേവിക്ക് ലഘുവായിട്ടുള്ളൊരു പൂജ രാവിലെ ചെയ്യുക. ധൂപദീപ ആരതി എടുത്ത് കർപ്പൂര ആരതിയും എടുക്കുക. രാവിലെ വളരെ സിമ്പിളാണ്, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ വരുന്ന ശുക്രഹോര സമയത്ത്, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കണം. അത് ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇപ്പം കേർഡ് റൈസ്, തൈര് സാദമോ അതല്ലെങ്കിൽ ലെമൺ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കി വെച്ച് അമ്മയ്ക്ക് അമ്മയുടെ എന്തെങ്കിലും നാമങ്ങളും ചൊല്ലി അത് സമർപ്പിക്കാം. വൈകിട്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള പൂജ ചെയ്യുന്നത്. വീണ്ടും ഇപ്പോൾ രാവിലെ നമ്മൾ ചാർത്തിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് വാടിയെന്ന് പറഞ്ഞതൊന്നും എടുത്തു മാറ്റരുത്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ രാവിലെ അമ്മയെ ആനയിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പീഠത്തിൽ ഉപവിഷ്ടയാക്കിയതിന് ശേഷം ആ കലശം അനങ്ങാനേ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ കൈകളൊക്കെ എടുക്കുമ്പോഴും പൂക്കൾ സമർപ്പിക്കുമ്പോഴും ഒക്കെ കലശം അനങ്ങാതെ നമ്മൾ സൂക്ഷിക്കണം. കലശം അവിടെ തന്നെ അനങ്ങാതെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
എന്നിട്ട് വൈകിട്ട് നമ്മൾ ദേവിക്ക് പറ്റുന്നത് പോലെ ദീപങ്ങളൊക്കെ വെച്ച് അമ്മയ്ക്ക് കോടീശ്വര യോഗം കിട്ടാൻ വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ഒരേ ബ്ലൗസ് പീസാണ് സമർപ്പിച്ചതെങ്കിൽ ഈ വരമഹാലക്ഷ്മി വ്രതത്തിന് സാരിയോ ബ്ലൗസോ, ഞാൻ എല്ലാ വർഷവും സാരിയാണ് സമർപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സാരി മേടിക്കാം, അല്ലെങ്കിൽ ബ്ലൗസ് പീസ്, സ്വർണം, വെള്ളി, കുപ്പിവളകൾ, മഞ്ഞൾ കഷ്ണം, അതേപോലെ തന്നെ ഒരു മഞ്ഞൾ താലി, അതും ദേവിക്ക് നമ്മൾ സമർപ്പിക്കണം. അതായത് ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ ആദ്യം തന്നെ ദേവിക്ക് മഞ്ഞൾ മുക്കിയ ഒരു കയറ്, മഞ്ഞൾ കെട്ടി സമർപ്പിക്കണമെന്ന് താലിയായിട്ട്, അതേപോലെ തന്നെ ഒരു മഞ്ഞൾ കയറ് സമർപ്പിക്കാം. അങ്ങനെ ഇതെല്ലാം മംഗളവസ്തുക്കളായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കണം. പിന്നെ വൈകിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കൽക്കണ്ട് പായസം, ശർക്കരയും അരിയും അതേപോലെ പരിപ്പും ചേർത്ത പായസം, ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ സമർപ്പിക്കുന്നത്. അന്നത്തെ ദിവസം നമുക്ക് വടയുണ്ടാക്കി, അതായത് ഉഴുന്നുവട ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒന്നും ഇടാതെ നമ്മൾക്ക് ഉഴുന്നുവട ഉണ്ടാക്കി സമർപ്പിക്കാം. കേട്ട് റൈസ്, നിങ്ങളെക്കൊണ്ട് അന്ന് വൈകിട്ട് എന്തൊക്കെ സാധനങ്ങൾ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുമോ അതൊക്കെ സമർപ്പിക്കാം. എത്രമാത്രം ഫ്രൂട്ട്സ് സമർപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം ഫ്രൂട്ട്സ് സമർപ്പിക്കാം. അതേപോലെ നിങ്ങളുടെ വീടിനടുത്തുള്ള 1, 3, 5 സുമംഗലികളെ വിളിച്ച് അവർക്ക് താമ്പൂലവും നമുക്ക് കൊടുക്കാവുന്നതാണ്. വെറ്റില, പാക്ക്, പഴം, മഞ്ഞൾ, കുങ്കുമം, കുപ്പിവള, ബ്ലൗസ് പീസ്, അങ്ങനെയുള്ള 3, 5 മംഗള വസ്തുക്കൾ, ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ അതും കൊടുത്ത് അവരുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണം. ഇതൊക്കെ നമ്മൾ വൈകിട്ട് വേണം ചെയ്യാൻ. അതേപോലെ രാവിലെ നമ്മൾ പൂജ ചെയ്തല്ലോ, ദേവിയെ വീട്ടിലോട്ട് സ്വീകരിച്ച് കൊണ്ടുവന്ന് അമ്മയ്ക്ക് പൂജയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു മഞ്ഞൾ കയറ് നമ്മുടെ കയ്യിൽ കെട്ടണം. നോയമ്പ് കയറെന്നാണ് ഇതിന് പറയുന്നത്. ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കയറ് രാവിലത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ വെളുത്തലേ ഉള്ളുവെങ്കിൽ അത് മഞ്ഞളിൽ മുക്കി നമുക്ക് ഈ കളറാക്കാം. ഇല്ലെങ്കിൽ മഞ്ഞ കളറിലെ കയറ്, നമുക്കറിയാമല്ലോ ഈ താലിയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറ്, അത് മേടിക്കാനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് അതിലെ 7 കെട്ടുകൾ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഭർത്താവിനെ കൊണ്ട് നമ്മുടെ കയ്യിൽ കെട്ടിക്കാം. ഇപ്പം ഭർത്താവ് അബ്രോഡാണ്, കൂടെ ഇല്ല എന്നുള്ളവർക്ക് വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതായത് ഭർത്താവിനെ കൊണ്ടാണെങ്കിലും മുതിർന്ന സ്ത്രീകളെ കൊണ്ടാണെങ്കിലും അവർക്ക് വെറ്റിലയും പാക്കും താമ്പൂലം കൊടുത്ത് അവരുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭർത്താവ് പടിഞ്ഞാറോട്ടും ഭാര്യ കിഴക്കോട്ടും നോക്കി നിന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിനുശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച നമ്മൾക്ക് ഈ ഒരു മഞ്ഞൾ കയറ് മാറ്റാവുന്നതുമാണ്. അത് പുഴയിൽ ഒഴുക്കുകയോ കൽപ്പെടാത്ത ഇടത്ത് കളയുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ നിവേദ്യ സമർപ്പണം. വെള്ളിയാഴ്ച ദിവസം മുഴുവൻ ദേവി നമ്മുടെ വീട്ടിലുണ്ട്. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് നമ്മൾ ഈ കലശം പിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ സൂര്യ ഉദയത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് രാവിലെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് ഈ വിളക്കുകളെല്ലാം കത്തിച്ച് ദേവിക്ക് എന്തെങ്കിലും ഒരു നിവേദ്യവും ഉണ്ടാക്കി സമർപ്പിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലി അർച്ചനയും ചെയ്ത് ധൂപദീപ നിവേദ്യ സമർപ്പണം കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം ഓരോ വസ്തുക്കളായിട്ട് നമുക്ക് പിരിച്ചെടുക്കാവുന്നതാണ്. ആദ്യം പൂക്കൾ മാറ്റുക അമ്മയുടെ, അതിനുശേഷം ആ ഒരു തേങ്ങായും ആ ഒരു മുഖവും കൂടിയിട്ടെടുത്ത് മാറ്റുക. അതിൽ നിന്നുള്ള അരി നമുക്ക് വീട്ടിൽ അന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും സ്വീറ്റ്സ് തന്നെ ഉണ്ടാക്കണം, മറ്റൊന്നും ഉണ്ടാക്കരുത്. സ്വീറ്റ്സ് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി ഗണപതി ഭഗവാന് സമർപ്പിക്കാം. ശർക്കര ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാം. അതിലിട്ട സ്വർണവും വെള്ളിയും എവിടെയാണോ നിങ്ങൾ സ്വർണവും വെള്ളിയും സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ടുവെക്കണം. ചില്ലറയാണെങ്കിൽ അതും അതേപോലെ തന്നെ. ജാതിക്കായും നാരങ്ങായും ഒക്കെ നമ്മൾ പൈസ സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിക്കാം. നാരങ്ങ നിങ്ങൾക്ക് പിഴിഞ്ഞ് ജ്യൂസായിട്ട് കുടിക്കാവുന്നതാണ്, വെറുതെ കളയരുത്. ജാതിക്കായും വയമ്പും ഒക്കെ നമുക്ക് പൈസ സൂക്ഷിക്കുന്നിടത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം വരമഹാലക്ഷ്മി വ്രതത്തിന് മുൻപ് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ എന്തൊരു പൂജ ചെയ്യുമ്പോഴും കോലം വരയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ദേവിക്ക് മുമ്പിൽ ശംഖ് ചക്ര കോലം, ഇപ്പോൾ ശംഖ് ചക്ര നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ ശംഖ് ചക്ര കോലം, താമരപ്പൂവ്, ഇരട്ട മീൻ്റെ കോലം ഒക്കെ അന്നത്തെ ദിവസം മറക്കാതെ നമ്മൾ വരയ്ക്കണം കോലമായിട്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഒരുപാട് ലെങ്തായിപ്പോയി ഈ വീഡിയോയ്ക്ക്, പക്ഷേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ്.
പിന്നെ കുറേ പേർക്ക് പറയാൻ മറന്നു പോയൊരു കാര്യമാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. വരമഹാലക്ഷ്മി വ്രതത്തിൻ്റെ അടുത്ത് പട്ടിണി ഇരുന്ന് നമ്മൾ ഒരിക്കലും വെള്ളിയാഴ്ച നമ്മൾ വ്രതം എടുക്കുമ്പോൾ ഒരിക്കലും പട്ടിണി ഇരിക്കേണ്ട. നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും ദേവിക്ക് സമർപ്പിക്കുന്ന ഫുഡ് നമുക്ക് അന്നത്തെ ദിവസം കഴിക്കാവുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പട്ടിണി ഇരുന്ന് മാത്രം നമ്മൾ ഒരിക്കലും മഹാലക്ഷ്മിയെ പൂജിക്കരുത്. അത് ദേവിക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. ഞാൻ പറഞ്ഞുവല്ലോ, അന്നത്തെ ദിവസം വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. നോൺ വെജ് കഴിയുന്നതും വ്യാഴാഴ്ചയെ നോൺ വെജ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക. വെള്ളിയാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും വീട്ടിൽ ഒഴിവാക്കണം. കാരണം ദേവി നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ അമ്മയെ പൂജ ചെയ്ത് അമ്മയെ മനസ്സംതൃപ്തിയോടുകൂടി വേണം നമ്മൾ വീട്ടിൽ ഇരുത്താനായിട്ട്. അതേപോലെ അന്നത്തെ ദിവസം സ്ത്രീകളായിട്ടുള്ള നമ്മൾ നല്ല സാരി, അതായത് മെറൂൺ കളറിലെയും അതേപോലെ യെല്ലോ കളറിലെയും കോമ്പിനേഷനുള്ള സാരി ഉടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. സാരിയൊക്കെ ഉടുത്ത് തലയിൽ പൂവൊക്കെ ചൂടി കയ്യിൽ കുപ്പിവളകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ വേണം നമ്മൾ അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കാൻ. നമ്മുടെ വീടും വളരെയധികം ശുദ്ധമായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അടുത്ത വർഷത്തെ വരമഹാലക്ഷ്മി വ്രതസമയത്തും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് അന്നത്തേതിൽ നിന്നും ഉണ്ടായിട്ടുള്ള മാറ്റം. അതേപോലെ കലശം വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനത്ത് ഫോട്ടോയോ നിങ്ങളുടെ കയ്യിലുള്ള ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ വെച്ച് ഇതേപോലെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിച്ചാൽ മതി. ഞാൻ ഒന്നെങ്കിൽ അത് വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചെറിയ അറിവിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ കാണിച്ച വസ്തുക്കളില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കയ്യിലുള്ള വസ്തുക്കൾ കൊണ്ട് ദേവിയെ പൂജിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്ന് ദേവി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.